കനത്ത മഴയാണ്. മഴയ്ക്കൊപ്പം തന്നെ കനത്ത കാറ്റുമാണ്. ശക്തമായ കാറ്റും മഴയുമാണ്. നമ്മളിപ്പോൾ കൊല്ലം പള്ളിമുക്കിലേക്ക് വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. കനത്ത കാറ്റും മഴയും തുടരുമ്പോഴും ഈ മഴയെയും കാറ്റിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് വി എസിനെ കാണാനായി എത്തിയ ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവരൊക്കെയും ഇത്രയും മണിക്കൂറുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആളുകളാണ്. അതായത് വി എസിനെ കണ്ടിട്ടേ പോകൂ എന്നുള്ള ഉറപ്പിന്മേൽ നിന്നിട്ടുള്ള ആളുകളാണ്. പള്ളിമുക്കിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് പള്ളിമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റേഷൻ അല്ല. അതായത് ഇവിടെ നിർത്തുമെന്നുള്ള കാര്യം നേരത്തെ അറിയിക്കുന്നതല്ല. പക്ഷേ ഇത്രയും ആളുകളുള്ളപ്പോൾ എങ്ങനെയാണ് ഇവിടെ വാഹനം പതിയെ അല്ലാതെ മുന്നോട്ട് പോവുക? എന്നിട്ടും വാഹനം കടന്നു പോവുകയാണ്. കാരണം അധികം നേരം നിൽക്കാനാകില്ല, മുന്നോട്ട് പോകേണ്ടതുണ്ട്. വാഹനം കടന്നു പോയിരിക്കുന്നു, പള്ളിമുക്കിൽ നിന്നും കടന്നു പോയിരിക്കുന്നു. നല്ല മഴയാണ്, നല്ല പേമാരിയാണ്. അരി സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് പേമാരി പെയ്താലും ഒരു പേമാരി പോലെ നമുക്ക് മുൻപിലേക്ക് ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു വിപ്ലവ ആശയത്തെ ഉൾപ്പെടെ പോരാട്ട വീരത്തെ ഉൾപ്പെടെ പകർന്നു നൽകിയിട്ടുള്ള നേതാവാണ്. ഒരു ചിത്രമുണ്ട്. വി എസ് എവിടെ പ്രസംഗിച്ചതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വി എസ് പ്രസംഗിക്കുന്നു, ശംഖുമുഖത്താണെന്നാണ് ഓർമ്മ. വി എസ് പ്രസംഗിക്കുമ്പോൾ അതിശക്തമായ പേമാരി ഉള്ളപ്പോൾ കുടയും നിവർത്തി വി എസിനെ കേട്ടു നിന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ മറ്റൊരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വി എസ് മാത്രം നനയുന്നില്ല. ഇവിടെ ചുറ്റുമുള്ള ആളുകൾ വി എസിനായി നനഞ്ഞുകൊണ്ട് അവർ കുട പോലുമില്ലാതെ വി എസിന് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തി നിൽക്കുന്ന അനവധി ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രമാത്രം ആളുകളാണുള്ളത്. വി എസിനെ കണ്ടോ? നിന്നോ? 2-3 മണിക്കൂറോളം നിന്ന് കറങ്ങുകയാണ്. കണ്ടോ വി എസിനെ? കണ്ടു. കുട്ടികളും എല്ലാ പ്രായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ കണ്ടു മടങ്ങുകയാണ് വി എസിനെ. വാഹനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വാഹനമുഖ്യം ഇവിടുന്ന് പള്ളിമുക്കിൽ നിന്നും അത് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വലിയ കാറ്റാണ് ഇവിടെ, ശക്തമായ കാറ്റ് ഉൾപ്പെടെയുണ്ട്. ചേട്ടാ കണ്ടോ? വി എസിനെ കണ്ടോ? അല്ലേ, എന്തായാലും എല്ലാവരും ഏറെ നേരം കാത്തിരുന്ന് വി എസിനെ കണ്ട് വി എസിന് യാത്ര നൽകുകയാണ്. അങ്ങനെ ആ വാഹനവ്യൂഹം ആലപ്പുഴയിലേക്ക് തിരിക്കുകയാണ്. എന്തായാലും ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് വി എസിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. തന്നെ ഒരു നൂറ്റാണ്ടിൻ്റെ നായകനാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ പോരാട്ട വീരമൊക്കെ ആളുകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് വി എസ് മടങ്ങുന്നത്. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കേരളം വി എസിന് യാത്ര നൽകുക എന്നുള്ളതാണ്. അത്രമാത്രം ജനങ്ങളാണ് വി എസിനെ കാണാനായിട്ട് ഈ തെരുവോരങ്ങളിലൊക്കെ അണിനിരക്കുന്നത്. വി എസിനെ കാണാനായി ജനഹൃദയങ്ങളിലാണ് വി എസ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്രമാത്രം ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തുന്നത്. ഈ കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട്, മഴ നനഞ്ഞുകൊണ്ട്, വെയിൽ കൊണ്ടുകൊണ്ടൊക്കെ നിന്ന നിൽപ്പിൽ നിൽക്കുന്നു എന്നൊക്കെ കുറേ പേര് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അത്രയും നേരം നിന്ന് തന്നെ വി എസിനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും നേരം കാല് കഴച്ചു നിന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ പ്രായമേറെയുള്ളവരുണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടുള്ള എല്ലാവരുമുണ്ട്. എല്ലാവരും വി എസിനെ കണ്ട് മടങ്ങുകയാണ്. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. വി എസിനെ കണ്ടോ? കണ്ടു. മഴ നനഞ്ഞോ? മഴ വെള്ളം കുടയെടുക്കുന്നില്ലായിരുന്നു. കണ്ടു. മുന്നേ കണ്ടിട്ടുണ്ടോ വി എസ്? മുന്നേ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് രാത്രി ഈ സമയത്ത് ഇവിടെ വന്നു നിന്നേ? പാർട്ടി പ്രവർത്തകനാണോ? അല്ല, അവർ കാണാനായിട്ട് വന്നതേ ഉള്ളൂ. മക്കളെല്ലാം ഉണ്ട്, അതുകൊണ്ട് കൂടെ വന്നതേ ഉള്ളൂ. മക്കളെയൊക്കെ കൂട്ടിയാണ് അദ്ദേഹം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ആളുകളുമൊക്കെ ഉണ്ട്. വി എസിനെ കണ്ടിട്ട് അവർ മടങ്ങി പോവുകയാണ്, ഇവിടെ നിന്നും തിരികെ പോവുകയാണ്. അങ്ങനെ ആളുകളിലേക്ക് അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ള കുറേ ആശയങ്ങളൊക്കെ വി എസ് ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ ഇവരുടെ ഇവിടെയുള്ള ആളുകൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വി എസ് മരിക്കുന്നില്ല. ഇങ്ങനെ തലമുറകളിലേക്ക് വി എസ് പകർന്നു നൽകിയിട്ടുള്ള ആശയം എല്ലാ കാലത്തും നിലനിൽക്കും. എല്ലാ കാലത്തും ആ ആശയം നിലനിൽക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇവിടെ ഒരു കുടുംബം മഴയത്ത് നിൽക്കുന്നുണ്ട്, മഴ നനഞ്ഞു നിൽക്കുന്നുണ്ട്. കുട എടുക്കാണ്ടായിരുന്നു വന്നത്. കുറേ നേരമായി കാത്തു നിൽക്കുന്നു. കണ്ടോ? കണ്ടു. കാര്യങ്ങൾ പറയണമെന്നേ, ഞങ്ങളല്ല ഈ മഴയത്ത് ഇത്രയും നേരം
സഹാവ് VS അച്യുതാനന്ദനോടുള്ള ആ സ്നേഹം കൊണ്ടാണ് ഈ ജനങ്ങൾ, കൊച്ചു കുട്ടികളും തള്ളമാരും പ്രായം ചെന്നവരും ഒക്കെ ഇവിടെ കൂടി 10, 85, 90 വയസ്സ് ചെന്ന ആൾക്കാർ. ജനകീയ നേതാവാണ്. ഈ നേതാവിനെ പോലെ ഇനി ഒരു നേതാവ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഓട്ടത്തിൽ കാണാൻ സാധ്യതയില്ല. അതാണ് ഇസ്മായിൽ ദമാമിൻ്റെ അഭിപ്രായം. ഈ നേതാവിനെ പോലൊരു നേതാവ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഈ നേതാവിനെ പോലൊരു നേതാവ് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഓരോ കാലവും ഓരോ നേതാവിനെ ഓരോ കാലഘട്ടവും പകർന്നു നൽകാറുണ്ട്. പക്ഷേ VS-നെ പോലെ ഒരാളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും